ടേസ്റ്റി. എനിക്ക് മതി പപ്പ. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? സൂപ്പർ. എനിക്ക് മതി പപ്പ. കൊള്ളായിരുന്നു കേട്ടോ. എങ്കിൽ രണ്ടുപേരും പോയി കഴി കഴിക്കും. അപ്പൊ പിന്നെ നിങ്ങളിരുന്ന് കഴിക്കാം. ഞാൻ ഇരുന്നേക്കട്ടെ. കഴിക്കുന്നില്ലേ? പറ്റത്തില്ല, കൈ നീറുവാ, തൊടാൻ പറ്റുന്നില്ല. എനിക്കറിയാം നീറുന്ന്, അതാ ഞാൻ തൊടാത്തത്. ചിക്കൻ കഴിക്കാൻ കൊതിയാവുക. എനിക്ക് കൊതിയൊക്കെ ഉണ്ട്. മണം അടിച്ചിട്ട് എന്നെ വയല് വെള്ളം ഊറുക. എനിക്ക് സങ്കടം വരുന്നു അമ്മച്ചി. ഇതാണ് മാതാവ് തരുന്ന ശിക്ഷ. അത്യാർത്തി കാണിക്കുന്നവർക്ക് വിശപ്പിന് പോലും കഴിക്കാൻ പറ്റാതെയായി പോവും. പാഠം പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക, ഇല്ലെങ്കിൽ ഇനി അനുഭവിക്കും. എന്റെ അമ്മച്ചി, അമ്മച്ചി പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. അതൊക്കെ എനിക്കറിയാന്നേ. പക്ഷെ ഇടുപിടിയെന്ന് പറഞ്ഞ് കേറി അങ്ങ് തീരുമാനിക്കാൻ പറ്റൂ? അതിനൊക്കെ ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആ ശരി, ഞാനത് ചെയ്തോളാന്നേ. ഞാൻ അങ്ങോട്ട് വിളിക്കത്തില്ല, അത് ശരിയാവത്തില്ല. അതെ, ഇച്ചായൻ കയറി വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അമ്മച്ചി ഇങ്ങോട്ടൊന്ന് വിളിക്കണേ, മറക്കരുത് കേട്ടോ. എൽസേ, എൽസേ, എഴുന്നേറ്റ് എൽസേ. എന്നതാ, ഒന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? നീ ഒന്നും കഴിച്ചില്ലെന്ന് ടെസ്സ പറഞ്ഞു. താഴേക്ക് ചെല്ലാത്തതെന്താ? എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. പിന്നെ ഈ പടികളൊക്കെ ഇറങ്ങി പോണ്ടേ, ഞാനങ്ങ് മടിച്ചു. പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേനല്ലോ. ഇറങ്ങിപ്പോവാനും സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്ന് പറയാനും പറ്റുമായിരുന്നെങ്കിൽ അടുക്കളയിൽ ചെന്ന് എനിക്കങ്ങ് എടുത്ത് കഴിച്ചാ പോരെ. ഞാൻ എത്ര തവണ നിന്റെ അടുത്ത് വന്നു, കഴിച്ചോ, കഴിക്കുന്നോ എന്നൊക്കെ ചോദിച്ചു. നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ ഭക്ഷണം എടുത്തോണ്ട് വരാൻ? ഇച്ചായൻ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തണമെന്നേ ഉള്ളൂ. ഇച്ചായനെ കൊണ്ട് ഭക്ഷണം വിളമ്പിപ്പിച്ച് മുറിയിൽ കൊണ്ടുവച്ച് കഴിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എത്ര വയ്യായികയായാലും ഭർത്താവിന് വച്ചു വിളമ്പണം, അതാണ് എന്റെ സന്തോഷം. ഭർത്താവിനെ കൊണ്ട് വിളമ്പിപ്പിച്ച് കഴിച്ചാ എന്റെ നെഞ്ചു പിടയും. എൽസേ, അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണിന്റെ മനസ്സ് ഇച്ചായനെ അറിയാൻ വയ്യാഞ്ഞിട്ടാ. ഞാൻ ഇനി എന്നെ മനസ്സിലാക്കണ്ടേ? നിന്റെ ഓരോ ഇഷ്ടങ്ങളും ചോദിച്ചറിഞ്ഞ് ചെയ്യുന്നില്ലേ ഞാൻ? നിനക്ക് ഇഷ്ടമില്ലാത്തത് ഒരു വലിയ കാര്യമാണെങ്കിൽ പോലും ചെയ്യുന്നുണ്ടോ ഞാൻ? ഇച്ചായനൊന്ന് ആലോചിച്ച് നോക്കിയേ, സങ്കടമുണ്ട്. ഈ ടെസ്സ എന്നതാ ഇച്ചായനോട് പറഞ്ഞയച്ചത്, ഞാൻ കഴിച്ചിട്ടില്ലാന്ന്. അപ്പൊ അവൾക്ക് ഞാൻ കഴിച്ചിട്ടില്ലാന്ന് അറിയായിരുന്നു അല്ലേ? എന്നിട്ട് കഴിക്കാൻ എന്നെങ്കിലും എടുത്ത് ഇവിടെ എനിക്ക് കൊണ്ടുതരണമെന്ന് തോന്നിയോ അവൾക്ക്? ടെസ്സ തന്നെ ഇപ്പൊ ഇതെടുത്ത് തന്നത്, വന്ന് കഴിക്കേ. എടുത്ത് ഇച്ചായന്റെ കൊടുത്തു വിട്ടേക്കുന്നു. വലിയ കാര്യമായിപ്പോയി. നന്ദി വേണം, നന്ദി. ഇച്ചായനറിയാലോ അവളെ ഞാൻ എങ്ങനെയാ നോക്കിയതെന്ന്. അവളുടെ വീട്ടിൽ നിന്ന് ഒരാള് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വരുത്തിയിട്ടില്ല ഞാൻ. പ്രസവിച്ചു എന്ന് വിളിച്ചു പറഞ്ഞപ്പോ ആശുപത്രിയിലാ ടെസ്സയുടെ അമ്മച്ചി വന്നത്, ഓർമ്മയുണ്ടോ? നമ്മൾ ചെയ്യുന്ന ഉപകാരങ്ങളും വിളിച്ചു പറയാനുള്ളതല്ല. തിരിച്ച് അവരുടെ കയ്യിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. നിനക്ക് ഞാനില്ലേ? ഒന്ന് കഴിക്ക്, ഞാൻ എടുത്തു തരാം. എനിക്ക് വേണ്ട, ഇതിനി ഇറങ്ങില്ല എനിക്ക്. ഇതിനൊക്കെയാ രക്തബന്ധത്തിൽ ഒരാള് സഹായത്തിന് വേണമെന്ന് പറയുന്നത്.
എനിക്കാരുമില്ലാന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കും മാതാവ് ഇന്ന് വരെ ഒരു കുഞ്ഞിനെ പോലും തരാത്തത്. ഇനിയെല്ലാം ഭാഗ്യപരീക്ഷണമാണ്. ഇതുപോലെ പട്ടിണി കിടന്നിട്ട് കുഞ്ഞിനെ വേണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. കിട്ടുന്നേ കിട്ടട്ടെ. എനിക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാന്ന് അറിയാലോ. അമ്മച്ചി എടുക്ക്. വേണ്ട, എനിക്ക് അമ്മച്ചിയുമില്ല, ആരുമില്ല. എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനുമില്ല. ഞാനെടുത്ത കാര്യം പറയട്ടെ? വേണ്ട, എങ്കിൽ നീ സംസാരിക്ക. ഞാൻ സംസാരിച്ചോളാം. എന്നതാ അമ്മച്ചി, എന്നത്തിന് എങ്ങനെ നടന്ന് വിളിക്കുന്നേ? എനിക്കൊരല്പ സമാധാനം തരാവോ? എനിക്കിവിടെ ഒരു കുഴപ്പമില്ല, പരമസുഖം. എന്താ പോരെ? വേണ്ട, എനിക്കിവിടെ സഹായത്തിന് ഒരാളെയും വേണ്ട. ആ പേരും പറഞ്ഞ അമ്മച്ചി ഇങ്ങോട്ട് വരികയും വേണ്ട. എന്നാത്തിനാ അമ്മച്ചി ഇങ്ങോട്ട് വലിഞ്ഞേറി വരുന്നേ? ഇവിടെ ആർക്കും അമ്മച്ചി ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അമ്മച്ചി വരണ്ട. ഞാൻ ഫോൺ വയ്ക്കുക. അമ്മച്ചി, ഞാനാ സോളമൻ. അമ്മച്ചിക്ക് എപ്പോ വരാൻ പറ്റും ഇങ്ങോട്ട്? നാളെ തന്നെ വരണം. ഇവിടെ നിൽക്കാനായിട്ട് വന്നാ മതി. രാവിലെ തന്നെ അമ്മച്ചി പോരെ. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും കൊണ്ടുവച്ചിരിക്കുന്ന ആഹാരം കഴിച്ചിരിക്കണം. എന്നാ വെള്ളം കുടി അയച്ചായ ഇത്? എന്നറിയില്ല, വല്ലാത്തൊരു പരവേശം. റോസ് ആ കത്ത് കൊണ്ടുവന്ന് ഇച്ചായിനെ കാണിച്ചപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ഒരു മാറ്റമുണ്ട് ഇച്ചായിനിൽ. അത് പിന്നെ ഇല്ലാതിരിക്കൂ. മാതാവ് പോലും എന്റെ ദേവരാജന് നീതി കിട്ടാൻ വേണ്ടി ഉണ്ടെന്നറിഞ്ഞപ്പോ അതില് സന്തോഷിക്കല്ലേ വേണ്ടത്. ഈ വെപ്രാളം എന്നാത്തിനാ? ഏയ്, എനിക്ക് വെപ്രാളൊന്നുമില്ല. ഒരു തരം ആകാംക്ഷയാ. ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോ ഉറക്കം വരുന്നു പറഞ്ഞ ഭക്ഷണം പോലും കഴിക്കാതെ എഴുന്നേറ്റ് വന്ന ആളാ. ഉറങ്ങുന്നില്ലേ? പിന്നെ നല്ല ഉറക്കം വരുന്നുണ്ട്. മോളിങ്ങനെ ഓരോന്ന് ചോദിച്ചോണ്ടിരുന്ന എങ്ങനെ ഉറങ്ങുന്നേ? എങ്കിൽ ഞാൻ മിണ്ടുന്നില്ല. പോരെ. പിണങ്ങല്ലേ, ഉറക്കം വന്നതുകൊണ്ടല്ലേ. പിണങ്ങിയതല്ല, ഇച്ചായി വന്ന് കിടക്കും. ശരി. മോനിതുവരെ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല അമ്മച്ചി. അതെന്നാ പറ്റി? സാമങ്കള് പറഞ്ഞത് സത്യാണോ അമ്മച്ചി? എനിക്കറിയില്ല. ആ സാമൂലിനെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാന്ന് സാമങ്കള് പറഞ്ഞല്ലോ. ഈ സാമങ്കൾ ആരാന്ന് പോലും അമ്മച്ചിക്ക് അറിയത്തില്ല. പിന്നെ എങ്ങനെയാ മോനെ അയാളെ ശിക്ഷിക്കാൻ ഏറ്റത് സത്യാണോന്ന് അമ്മച്ചി പറയുന്നേ? എനിക്ക് സാമങ്കളിന് വിശ്വാസാണ്. സാമങ്കൾ അയാളെ കണ്ടുപിടിക്കും, ശിക്ഷിക്കുകയും ചെയ്യും. മാതാവിന്റെ അടുത്ത് ഏഞ്ചൽ ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ട്. സാമൂലിന് ശിക്ഷ കിട്ടും, ഉറപ്പാ. അമ്മച്ചി തന്നെ എടുക്കുക.
കൈവെള്ളം പൊട്ടി നീറിയിട്ട് സഹിക്കാൻ വയ്യടി മോളെ. കുറച്ച് എണ്ണ തൊട്ട് തേക്കായിരുന്നു. നല്ല സ്വഭാവം. ഒറ്റയ്ക്ക് വന്നിരുന്ന് എണ്ണ ഇട്ടൂലേ? കൈ നീറിയിട്ട് എന്റെ കണ്ണീന്ന് വെള്ളം വരുവാ. കുഴി എടുത്തത് ഞാനല്ലേ, പിന്നെ നിന്റെ കൈ എങ്ങനെയാ പൊട്ടുന്നത്? അമ്മച്ചി, എന്നെ കൊണ്ട് എന്തോരം പണി എടുപ്പിച്ചു, അതങ്ങ് മറന്നുപോയോ? കൈ പൊട്ടാനും വേണ്ടി പണി ചെയ്തോ നീ? പിന്നില്ലേ നോക്ക്. ചോന്നിട്ടുണ്ട്. എണ്ണ ഇടണോടി മോളെ. ഇടനോടിന്നല്ല, ഇങ്ങോട്ട് ഇട്ടതാ. എന്നതായാലും ഏഞ്ചല് തന്നത് ഒടുക്കത്തെ പണിയായി പോയി. കുനിഞ്ഞൊരു കുപ്പി എടുക്കാത്ത ഞാനാ ആ എന്നെ കൊണ്ട വാഴ നടിയിച്ചത്. ആ ഏഞ്ചല് മനഃപൂർവ്വം ചെയ്തതാ. ഏഞ്ചൽ ആരുടെയും ദേഹമോ മനസ്സോ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യില്ല. പട്ടിണിക്കിട്ടും കഥകടച്ച് വീടിന് പുറത്താക്കിയിട്ടും ജീവനെ പോലെ സ്നേഹിക്കുന്ന അവളുടെ അമ്മയുടെ സാരി കത്തിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടും ഇല്ലാത്ത നിധിക്ക് വേണ്ടി അവളെ സങ്കടപ്പെടുത്തിയപ്പോ മാതാവായിട്ടാ അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. കള്ളം പറയാത്ത ആ നാവ് കൊണ്ട് അവള് കള്ളം പറഞ്ഞെങ്കിൽ അതെന്റെ മോളുടെ ഗതികേടുകൊണ്ടാ മാതാവായിട്ട് അത് ചെയ്യിപ്പിച്ചത്. ഇനിയിപ്പോ ഈ കൈ പൊട്ടിയതിന്റെ പേരിൽ ഏഞ്ചലിനോട് വൈരാഗ്യം വെക്കണ്ട. മാതാവിന്റെ ശിക്ഷ വേറെ രൂപത്തിൽ അതിനും കിട്ടും. ജീവിതത്തിൽ ആദ്യമായി അധ്വാനിച്ച് ഒരു 5 വാഴത്തൈ നട്ടൂന്ന് കരുതിയാ മതി. അങ്ങനെ കരുതാവൂ 2 ജീന ഉറങ്ങിയായിരുന്നു. എന്നെ പറ്റി ബെന്നി? അത് പിന്നെ ജീനയോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഈ രാത്രിയിലോ? സമയം എത്രയെന്നറിയോ? അത് പിന്നെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അതുകൊണ്ട്. എത്ര വലിയ കാര്യമായാലും നേരം വെളുത്തിട്ട് പറഞ്ഞ പോരെ? അത് അപ്പൂസിന്റെ കാര്യം ആയതുകൊണ്ടാ. ഒന്നിങ്ങോട്ട് വരുമോ? ഇവിടെ നിന്ന് പറഞ്ഞ പോരെ? പ്ലീസ് ഒന്ന് വാ. അത്രയ്ക്ക് ടെൻഷൻ ആയതുകൊണ്ടാ. നമുക്ക് പുറത്ത് നിൽക്കാം.
ഞാനിത് എങ്ങനെയാ ജീനെ പറഞ്ഞു ബോധ്യപ്പെടുത്താമെന്നറിയില്ല. അപ്പൂസിന്റെ അച്ഛൻ ദേവരാജൻ എന്ന് പറയുന്നത് എനിക്ക് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സുഹൃത്താണോ, ഒരു മൂത്ത ചേട്ടനാണോ, അതോ വഴികാട്ടിയാണോ? അതിനൊക്കെ മുകളിലായിരുന്നു എനിക്കെന്റെ ദേവൻ. ബെന്നിയുടെ വിഷമം കാണുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ 3 പേരായിരുന്നു, ഞാൻ, ദേവൻ, സാമുവൽ. ഒരുമിച്ച് തുടങ്ങിയ ബിസിനസ്. കൂടെ നിന്ന് ചതിച്ചപ്പോ സാമുവലിനെ ഒഴിവാക്കേണ്ടി വന്നു ദേവരാജന്. പക്ഷേ അതിന് ഇത്രയും വലിയ പ്രതികാരം അവൻ ചെയ്യുമെന്ന് ഞാനോ ദേവനോ കരുതിയില്ല. ജീവനെടുത്ത് കളഞ്ഞു ആ ദ്രോഹി. ഒരു കൊലക്കയർ അവന് വാങ്ങിച്ചു കൊടുക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. അറസ്റ്റിലായ അന്നു മുതൽ ഇക്കാലം അത്രയും റിമാൻഡ് കാലാവധി നീട്ടി അവനെ ജയിലിൽ തന്നെ ഇടിയിച്ചിരുന്നത് ഞാനാ. പക്ഷേ ഇപ്പൊ അവൻ പുറത്താ. ബെന്നി ഇപ്പോ എന്നതാ പറയാൻ വരുന്നേ? അത് പറയാനല്ല, ചോദിക്കാനാ. റോസ് കൊണ്ടുവന്ന് കാണിച്ച ആ കത്ത് ആരെഴുതിയതാ? അതാരെഴുതിയതാന്ന് ചോദിച്ചാ എനിക്കറിയത്തില്ല. ഒന്നറിയാം, ആ മാലാഖ കുട്ടി ഒരത്ഭുത ബാലികയാ. ഈ പറഞ്ഞ അപ്പൂസിന്റെ കളിക്കൂട്ടുകാരിയോ മറ്റോ ആയിരിക്കോ? ഇങ്ങനൊരു കുട്ടി ഉണ്ടോന്ന് പോലും സംശയമാണ് ബെന്നി. എന്ന് സ്വന്തം ഞാൻ എന്ന് സ്വയം പറയുന്ന ഈ മാലാഖ കുട്ടിയുടെ കത്തുകൾ ഇതിനു മുൻപ് പല പോസ്റ്റ് ഓഫീസുകളിലും വന്നിട്ടുണ്ട്. അതാത് സ്ഥലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ, നടക്കാൻ പോകുന്ന സംഭവങ്ങൾ, അതൊക്കെയാണ് ആ കുട്ടി കത്തിൽ എഴുതുന്നത്. എന്റെ മനസ്സിൽ മാതാവിന്റെ അതേ സ്ഥാനമാണ് ആ കുട്ടിക്ക്. കല്യാണം പോലും ആ കുട്ടി നേരത്തെ കത്തിലൂടെ എഴുതിയിരുന്നു എന്ന് പറയുമ്പോൾ എന്തോ എനിക്കങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. ആ കൊലയാളിക്ക് ശിക്ഷ കൊടുക്കണമെന്ന് മാതാവ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടിയിരിക്കും. ബെന്നി സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ്. തെറ്റ് ചെയ്തവരാരും ശിക്ഷ വാങ്ങാതെ ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടില്ല. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചേച്ചി ദേ ഇതിലൊഴിക്ക്. എടാ ചെയ്യല്ലേടാ. എടാ ഇവനെ മിണ്ടാതിരി.
അമ്മച്ചി എന്നെ നീ കാണിക്കുന്നത്? കൈവെള്ളം പൊട്ടിയിട്ട് വെള്ളം പോലും തൊടാൻ വയ്യ. ഉച്ച വരെ നീറുക. കുഴിയെടുപ്പിച്ചവളെ അവിടെ നിന്ന് വാഴയ്ക്ക് വെള്ളം ഒഴിച്ച് കളിക്കുക. കൂടെ അമ്മച്ചിയുടെ പുന്നാര കെവിൻ മോനും ഉണ്ട്. ചെന്നതെല്ലാം വലിച്ചു പറിച്ച് കളയമ്മച്ചി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. അങ്ങനെ വെള്ളത്തിൽ കളിക്കല്ലടാ. കണ്ടോ, ഇങ്ങനെ വേണം വെള്ളം ഒഴിക്കാൻ. ഒന്ന് മൂട് പിടിക്കുന്നവരെ വെള്ളം കൂടരുത്, അഴുകിപ്പോ. ഇനി ഇതിന്റെ മൂട്ടില് തളയിട്ട് കൊടുക്കണം. എത്തിയവരുണ്ടെണ്ണം നട്ടാ മാത്രം പോരാ, അതിനെ വേണ്ട രീതിയിൽ പരിപാലിച്ച് വളർത്താൻ കൂടി ശീലിക്കണം. വാഴയുടെ കാര്യം മാത്രമല്ല, നിന്റെ മോളുടെ കാര്യം കൂടിയാ പറഞ്ഞത്. സമയം കിട്ടുമ്പോഴേ ഇതിന്റെ ചുവട്ടിൽ കുറച്ച് കരിയില വാരിയിട്ട് കൊടുക്കണം. ഞങ്ങളെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുവായിരുന്നു, അതൊന്ന് തീർത്തിട്ട് ചെയ്യാം. വാടി മോളെ. ഇത് അന്നാമ്മ ഉണ്ടാക്കിയതാണോ അതോ അമ്മച്ചി ഉണ്ടാക്കിയതാണോ? ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞാലും ഇച്ചായി സമ്മതിച്ചു തരത്തില്ലല്ലോ. സത്യം പറഞ്ഞാൽ സമ്മതിച്ചു തരാം. സത്യം പറഞ്ഞാ ഈ അപ്പവും മുട്ടക്കറിയും അമ്മച്ചി ഉണ്ടാക്കിയതാണ്. അല്ലടി? ആ അതെ. ഇനിയിപ്പോ ഇതൊക്കെ ഉണ്ടാക്കിയത് ഇവളാണെന്ന് പറഞ്ഞാലും കഴിച്ചു നോക്കി അറിയാലോ ആരുടെ കൈപ്പുണ്യാണെന്ന്. ശരി, സമ്മതിച്ചു. നമ്മുടെ വീട്ടിലേക്കല്ലേ വരുന്നേ, അപ്പോ ഞാനുണ്ടാക്കി തരുന്നതേ കാണൂ. അതിനി ആരങ്ങോട്ട് പോകുന്നു? അപ്പോ തിരിച്ചു പോകാൻ ഉദ്ദേശമൊന്നുമില്ലേ? നിനക്ക് വേണേ പോവാം, ഞാനിവിടെ തന്നെ നിന്നോളാം. അല്ല ജിന്നെ?